നിൽക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വേദി ഒരുക്കില്ല SBGയും അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന അൽത്താഫ് സാർ, നിഷാന്ത് സാർ, അങ്ങനെ തുടങ്ങിയിട്ട് FTC ലീഡേഴ്സ് ആയിട്ടുള്ള ഇസ്മാൽ സാർ, എല്ലാവർക്കും കൃത്യമായി നന്ദി അറിയിക്കും. അതുപോലെ തന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് എന്റെയൊക്കെ അധ്യാപകനും അതുപോലെ തന്നെ മോട്ടിവേഷൻ ട്രെയിനർ ആയിട്ടും കൗൺസിലിംഗ് മേഖലയിലായിക്കോട്ടെ പല കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടൊക്കെ വർക്ക് ചെയ്തുള്ള ഒരു വ്യക്തിയാണ് ഇസ്മായിൽ സാർ തയ്യാല. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സുലൈമാൻ തയ്യാല, വോയിസ് തയ്യാല, ഇസ്മായിൽ തയ്യാല. ഈ തയ്യാല എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിൽ, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് വെറുതെ തമാശക്ക് പറയുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിൽ ഉള്ളിലെ ഒരു സംഗതി ഉണ്ട്, 3 ഡയമണ്ട് അത് തയ്യാലയിൽ പിറക്കും എന്ന് ഞങ്ങൾക്ക് 100% വാശിയോട് കൂടിയിട്ട് എന്ന് ഞങ്ങൾ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു അഹങ്കാരമായിട്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, തയ്യാറയിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ അത് 3 ഡയമണ്ട്, അത് ഞങ്ങൾ 3 ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ട് അതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിൽ ഞങ്ങൾ 3 പേരും ഞങ്ങൾ ഈ ബിസിനസ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെയൊക്കെ പഞ്ചായത്തുകളിലായിക്കോട്ടെ, നിങ്ങളുടെ ഗ്രാമങ്ങളിലായിക്കോട്ടെ, ഇങ്ങനെ ഒരു വാശി എടുക്കുക, എന്റെ ഗ്രാമത്തിൽ എന്റെ പഞ്ചായത്തിൽ നിന്ന് എത്ര ഡയമണ്ടിനെ ഞാൻ ഉണ്ടാക്കുമെന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളെ ഇൻഷാ അല്ലാഹ് അതിനുള്ള വഴികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഡ്രീമും കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ഇസ്മാൽ സാർ ആണെങ്കിൽ അതിനേക്കാൾ ഉപരി നമുക്കറിയാം, എന്ത് മേഖലയിലും എന്ത് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഹൈബ് സാർ, അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളോ കാരണം സാർ ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ഷുഹൈബ് സാറുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് മോട്ടിവേഷൻ ലെവലിലേക്ക് സാറ് ഇങ്ങനെ ടീമിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാർ ഒന്ന് വരണം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പോ ഏതൊരു മനസ്സുമില്ലാതെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് എന്ന് അൽത്താഫ് സാറ്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് തയ്യാറായിട്ടുള്ള ഗ്രേറ്റ് ലീഡറാണ് അൽത്താഫ് സാറ്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. അതിനേക്കാൾ ഉപരി ഇന്ന് ഞാൻ ഈ സ്റ്റേറ്റ് ലെവൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ള എന്റെ എല്ലാ ഡൗൺലൈൻസിലെയും ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മരണപ്പെട്ടു പോയ മുസ്തഫ സാർ, അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു. അവരൊക്കെയാണ് എന്നെ ഈ ബിസിനസ്സിൽ ഇത്രയും വലിയ ലെവലിലേക്ക്, ഇത്രയും നല്ലൊരു ലെവലിലേക്ക് എന്നെ മാറ്റിയിട്ടുള്ളത്. തീർച്ചയായും അവരൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു. ഇവരൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ രാവിലെ തന്നെ ഈ ലൈഫ് ഫ്ലൈറ്റ് മീറ്റില് നിങ്ങളൊക്കെ മുന്നിൽ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത്. ഇവരൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു. ഇനി എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, വളരെ കുറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് കഴിഞ്ഞ ലൈഫ് മീറ്റിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എഫക്റ്റീവായിട്ട് എങ്ങനെ നല്ലൊരു ബിസിനസ് മാൻ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മളെ 007 എന്നുള്ള കാര്യമായിരുന്നു എനിക്ക് സംസാരിച്ചത്. നല്ല രൂപത്തിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇനിയും അതിലേക്ക് എത്രയോ പോയിന്റുകൾ എത്രയോ ആഡ് ചെയ്യാനും സംസാരിക്കാനും ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യം കൂടി എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, എങ്ങനെ ഒരു പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ അദ്ദേഹത്തിന് വേണ്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് വേണ്ട ചില ഇൻഫർമേഷനുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നോർമൽ ലെവലിലേക്ക് ബിസിനസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ബിസിനസ്സിലേക്ക് നമുക്ക് മാറാം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം മാത്രമേ, എന്നാൽ പോലും ഞാനത് നിങ്ങോട്ട് വേണ്ടിയിട്ട് ഞാനത് സംസാരിക്കും. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിൽ പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഡിസ്ട്രിബ്യൂട്ടർ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുവന്ന ലീഡേഴ്സ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഒരു പക്ഷെ നമ്മൾ ചിലതിൽ ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബിസിനസ്, നല്ല ലീഡർഷിപ്പും നല്ല ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ കടന്നു വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഒരു പക്ഷെ ഞാൻ ചെയ്തതും അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള കാര്യങ്ങളും കൂടെയാണ് ഞാൻ പറയുന്നത്. അതൊരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഒരു പക്ഷെ എന്റെ സംസാരം അല്ലെങ്കിൽ എന്റെ ചില കാര്യങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കാരണം ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ കടന്നു വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആശങ്കകളാണ്. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് ചെയ്യണം, എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്, എവിടെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത്. കാരണം ഒരു പക്ഷേ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഒരു പക്ഷേ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു ബെറി സ്റ്റാർ ഡബിൾ ബെറി ആയിട്ടുള്ള ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് ഒരു പക്ഷെ എങ്ങനെയാണ് ഒരു പക്ഷെ അവർ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടായിരിക്കാം,
എന്താണ് ആ പ്രോഡക്റ്റ്, എങ്ങനെയാണ് വിൽപ്പന ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൃത്യമായിട്ടൊരു പ്ലാൻ. അപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം SPG എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇന്ന് പവർഫുൾ ആയിട്ടുണ്ട്. ഏകദേശം 18ഓളം സിസ്റ്റങ്ങൾ പറയുന്നുണ്ട്. ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയുക. കാരണം ഒരു പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ ട്രെയിനിങ് നിങ്ങൾ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. അവർക്ക് വേണ്ട ക്ലാസ്സുകൾ ലീഡേഴ്സ് എന്ത് ചെയ്യാം, പെട്ടെന്ന് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ നിങ്ങൾ അവർ കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വെച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു നല്ലൊരു ഡയറി ആദ്യം തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തിനാണ് നിങ്ങൾ ഡയറി വാങ്ങുന്നത്? ഒരുപക്ഷെ ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്, പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പല അറിവുകളും നോളജുകളൊക്കെ നമുക്ക് ഇന്നിപ്പോ ഈ ഹൈഫ്ലൈസ് മീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ തന്നെ എത്രയോ അറിവുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഈ അറിവുകളൊക്കെ എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലായിരിക്കും. പക്ഷെ അത് കുറഞ്ഞ സമയം കൊണ്ട് അതങ്ങനെ ലാപ്സായി കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോ സമയം മണിക്കൂറുകൾ ചെയ്യുന്ന ഓരോ ദിവസങ്ങളും മാസങ്ങളും എടുക്കുന്ന സമയത്തും നമ്മൾ പറഞ്ഞ പോയിന്റുകളും കാര്യങ്ങളൊക്കെ മറന്നു പോകും. കഴിഞ്ഞ ദിവസം TC മീറ്റിംഗിൽ തന്നെ മുബീൻ സാറ് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ അടിവരയിട്ട് കൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ അദ്ദേഹത്തിനെ കൊണ്ട് എത്തി പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നല്ലൊരു പുതിയൊരു ഡയറി വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം വാങ്ങിയാൽ ഉണ്ടാവുന്ന സുഖം എന്ന് വെച്ചാൽ അതിലായിരിക്കും A to Z കാര്യങ്ങൾ മൈലൈഫിന്റെ എന്താണ് അദ്ദേഹം പ്രോഡക്റ്റ് വാങ്ങിയതോ വിൽപ്പന ചെയ്തതോ എടുത്തതോ പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്തുണ്ടാവും അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു നല്ലൊരു ഡയറി ഉണ്ടെങ്കിൽ അതൊരു പക്ഷെ ആ ഡിസ്ട്രിബ്യൂട്ടർക്കും അതുപോലെ തന്നെ പ്രോസ്പെക്റ്റിനും ഒരു പക്ഷെ അതൊരു നല്ല അട്രാക്ട് ആയിട്ട് മാറും. കാരണം പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ആ വീട്ടിൽ പോയി കണ്ട് ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊക്കെ വിഷമം വരുന്ന സമയങ്ങളിൽ പറയാറുണ്ട് നമ്മൾ അവരോടൊക്കെ. കാരണം പുതിയ ആളുകളാണ്, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത അറിയാത്തതുകൊണ്ടുള്ള സംഗതി. അപ്പൊ ചില ആളുകൾ പോകുന്നുണ്ട്, നിങ്ങളൊരു പേപ്പർ തരുമോ, നിങ്ങളൊരു കടലാസ് തരുമോ, നിങ്ങൾ ആ നോട്ട് ബുക്ക് കൊടുക്കണം, ഞാൻ ഇൻകം പ്ലാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറയും. അതൊക്കെ പലപ്പോഴായിട്ട് ആ വീട്ടുകാർക്ക് ഒരു പക്ഷെ പേന ചിലപ്പോ ആ വീട്ടിൽ ചിലപ്പോ ആ വീട്ടുകാരന് ചിലപ്പോൾ അറിയില്ല എവിടെയാണ്. അവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷെ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് നമുക്ക് അത് ചാനൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ഡയറി ഉണ്ടെങ്കിൽ ഒരു പേന ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാനും അതൊക്കെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കുന്ന. അപ്പൊ എന്തിനാണ് അത് വാങ്ങുന്നത് വെച്ചാല് അത് കൃത്യമായിട്ടൊരു ഡയറി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏകദേശം ഒരു 5-8 ഡയറികളുണ്ട്. അപ്പൊ ഇവിടെ എന്റെ ഒരു 2 ഡയറി ഇവിടെ ഉണ്ട്, 2 ഡയറിയാണ്. അതുപോലെ തന്നെ ഇവിടെയും വേറെ 2 ഡയറി ഉണ്ട്. ഇതൊക്കെ ഞാൻ ഓരോ ഡയറികളുമാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഡയറി ഉണ്ട്. ഇനി 3 ഡയറി ഞാൻ ഇവിടെ നമ്മളെ മൊബൈലിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റാൻഡ് കൊണ്ട് ചിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഡയറി, ഏകദേശം 5-8 ഡയറികൾ ഞാൻ വാങ്ങിയിട്ട് അതൊക്കെ വ്യത്യസ്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഞാൻ അത് വാങ്ങിച്ചാല് എന്റെ ബിസിനസ്സിൽ ഞാൻ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വാങ്ങിയത് എന്തിനാ വെച്ചാല് എന്റെ ലീഡർഷിപ്പ്, എന്റെ ക്വാളിറ്റി, എന്റെ അറിവുകളെല്ലാം തന്നെ എന്റെ ഡയറിയിൽ അഡ്ജസ്റ്റമാണെങ്കിൽ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്ലേസ് ആയിക്കോട്ടെ ഏത് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ സമയത്തും ജസ്റ്റ് ഒന്ന് ആ ഒരു ഡയറി ഒന്ന് മറച്ച് എത്രയോ പോയിന്റുകൾ, എത്രയോ അറിവുകൾ നമുക്ക് കിട്ടണം. ഞാൻ പറയുന്നത് ഡയറി ആദ്യം തുടക്കത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ട് ഒരു ഡയറി വാങ്ങിപ്പിച്ചാൽ പിന്നെ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ വാങ്ങിക്കോളും. കാരണം അതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിക്കോളും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒരു ഡയറി അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്തിനാ ഡയറി വാങ്ങുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണത്തിലേക്ക് ഞാൻ പോവാതെ എന്താണ് ആ ഡയറിയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, ആ ഡയറി നമ്മൾ ചെയ്യേണ്ടത്, ഡയറി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പേജിൽ നിങ്ങൾ കൃത്യമായി സാർ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സംസാരിക്കാനും അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഒരു രൂപത്തിലുള്ള ഒരു ഇത് വാങ്ങാനും ഒരു കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ ഈ ഒരു പുതിയ ഡയറി വാങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം 6 പേജുകൾ ഒഴിച്ചിട്ടിരുന്നു. എന്തിനാണ് 6 പേജുകൾ ഒഴിച്ചിട്ടില്? അത് മുബീൻ സാറെ കൊണ്ടൊരു എന്റെ ഡയറിയിൽ ഫസ്റ്റ് എഴുതുന്നത് അത് മുബീൻ സാർ ആയിരുന്നു ഫസ്റ്റത്തെ പേജ്. രണ്ടാമത്തെ പേജ് ഇസ്മാൽ സാർ, അൽതാഫ് സാർ, ഷുഹൈബ് സാർ, ഇങ്ങനെ തുടങ്ങി മനോജ് സാർ എല്ലാവരെ കൊണ്ടും എനിക്ക് ആ പേരിൽ എന്റെ പേരിൽ അവര് ഒരു പേജ്. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് മുബീൻ സാറ് കയ്യിൽ നിന്ന് ഡിയർ ഉവൈസ് എന്ന് അറിഞ്ഞുകൊണ്ട് നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഡിയർ ഉവൈസ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പേജ് എനിക്ക് മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എഴുതി കിട്ടി. അത് ഞാൻ കണ്ടതായിരുന്നു. അപ്പൊ ഒരു നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട്
ക്രൗൺ ഡയമണ്ട് ഇന്ന് ഇന്ത്യയിൽ തന്നെ അഭിമാനകരമായിട്ട് ഇന്ന് ടോപ്പ് ഡയറക്ട് സെല്ലിങ്ങിൽ തന്നെ ഏറ്റവും കുലപതി എന്ന് പറയുന്ന മുബീൻ സാർ ആദ്യ വാക്ക് എന്റെ ഡയറിയിൽ ഞാൻ കുറിച്ചു. ആ ഒരു എനർജി ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്. എന്തിനാ ഞാൻ അത് വാങ്ങിയത്? എന്റെ വിജയത്തിൽ ഒരുപാട് അറിവുകൾ ഈ ഒരു ഡയറിയിലുണ്ട്. ആ ഡയറിയില് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഐഫ്ലൈസ് മീറ്റിലായിക്കോട്ടെ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് മീറ്റിംഗിലായിട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു എനർജി കിട്ടണമെങ്കിൽ ഇതൊരു എനർജി ഫ്ലോ ആണ്. എന്റെ എനർജി നേരെ ഇസ്മാൽ സാർ അൽത്താഫ് സാർ, ഷുഹൈബ് സാർ അൽത്താഫ് സാറിലേക്ക് എത്തുന്നു, അൽത്താഫ് സാർ മനോജ് സാർ, അതങ്ങനെ പോയിട്ട് മുബീൻ സാറിലേക്ക് എത്തുന്നുണ്ട് ഈ എനർജിയൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന ആളായത് കൊണ്ട് കൃത്യമായിട്ട് ഞാൻ ആദ്യം തന്നെ നല്ലൊരു പേരിൽ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ എഴുതി നല്ല കൃത്യമായിട്ട് എന്ത് ചെയ്തു, മുബീൻ സാറെ കൊണ്ട് ഒരു പേര് എഴുതി കിട്ടും. പ്രാർത്ഥനയോട് കൂടി ഞാൻ തുടങ്ങി. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, രണ്ടാമത്തെ പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൃത്യമാക്കിയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഡ്രീമുകൾ, സ്വപ്നങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്തിനാണ് സ്വപ്നങ്ങൾ? പലപ്പോഴായിട്ട് അൽത്താഫ് സാറൊക്കെ നമ്മൾ പറഞ്ഞു, ഞാൻ എന്റെ 100 സ്വപ്നങ്ങളിൽ 75 സ്വപ്നങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ പേജിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്താ വെച്ചാൽ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്, മൈലേജ് എന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾ വരുന്നത് എന്തിനാണ്? ലൈഫ് ടൈം അല്ലെങ്കിൽ ബിസിനസ്സിൽ വളരെയധികം നല്ല രൂപത്തിൽ വിജയിക്കാനും സക്സസ്ഫുൾ ആവാനും നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബിസിനസ്സിൽ വന്നാൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം നേടിയെടുക്കാം, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാം. സ്വപ്നങ്ങൾ എഴുതി വെക്കാം. അത് ചെറിയ സ്വപ്നങ്ങളായിക്കോട്ടെ. ഒരു 50 രൂപ മുതൽ ഒരു 150 രൂപ മുതലുള്ള സ്വപ്നങ്ങൾ എഴുതാം. 500 മുതൽ 1000 രൂപന്റെ സ്വപ്നങ്ങളും 1000 മുതൽ 5000 രൂപന്റെ എഴുതി വെക്കാം. അതൊക്കെ ഒരു ഓർഡറിൽ തന്നെ എഴുതി വെച്ചു. ഞാൻ എന്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ കൃത്യമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ സ്വപ്നങ്ങൾ ആദ്യം എഴുതി വെക്കാം. വലിയ BMW, ബെൻസ് അല്ലെങ്കിൽ 2 കോടിയുടെ വീട് അല്ലെങ്കിൽ അത് ആദ്യം തന്നെ എഴുതി വെക്കരുത്. ചെറിയ സ്വപ്നങ്ങൾ എഴുതി വെക്കും നിങ്ങൾ. എന്നിട്ട് ഓരോ ആഴ്ചയിലും എനിക്ക് കിട്ടിയ ഈ വരുമാനം കൊണ്ട് ആഴ്ചയിൽ വരുമാനം എനിക്ക് 1000 രൂപയാണെങ്കിൽ അതിൽ 500 രൂപക്ക് ഞാൻ എൻ്റെ മകന് ഒരു ഡ്രസ് വാങ്ങി കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഇന്നത് അവർക്ക് റോസ്റ്റ് നല്ല ആഗ്രഹമായിരുന്നു. ഒരു പക്ഷെ പലപ്പോഴും നമ്മളെ അൽത്താഫ് സാർ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു, എന്ത് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു സമയമുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പൊ നമുക്ക് മൈലിസ്റ്റൽ എന്ന കമ്പനിയിൽ വന്നിട്ട് ആ ഒരു സ്വപ്നം ആഗ്രഹിക്കും, ഒരു ബിസ്ക്കറ്റ് കൊടുക്കാനായിക്കോട്ടെ, അത് നിങ്ങൾ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള, ഭാര്യ പറഞ്ഞ ആവശ്യമുള്ള ചില കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയ സ്വപ്നങ്ങൾ എഴുതി വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഒരു ടിക്ക് ഇടുന്നു. അപ്പൊ 100 സ്വപ്നങ്ങൾ എഴുതി നമ്മൾ ഓരോ ദിവസം നമ്മൾ ഡ്രീം വായിക്കുന്നു, അതിൽ ഞാൻ ഈ അച്ചീവ് ചെയ്തിരിക്കുന്നു എന്ന്. ആദ്യത്തെ ഒരു 50 അച്ചീവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിൽ ഒരു സംഗതി വരുന്നുണ്ട്, എനിക്കും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. നമ്മളെ ബ്രെയിൻ അത് ഏറ്റെടുക്കും. അപ്പൊ നിങ്ങൾ വലിയൊരു സ്വപ്നത്തിലേക്ക് നമ്മളൊന്ന് ടാർഗറ്റ് ചെയ്തു. അടുത്ത ഒരു വർഷം കൊണ്ട് ഞാൻ മൈലേജ് എന്ന കമ്പനിയിലൂടെ ഞാൻ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇന്നത് ചെയ്യും, അല്ലെ? അത് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അത് അച്ചീവ് ചെയ്യും. നിങ്ങൾ ബ്രെയിൻ അത് എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ കൃത്യമാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ഡ്രീം എഴുതി വെക്കുക എന്നുള്ളതാണ്. പിറ്റേത് 3-ാമത്തെ പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഈ ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് പറ്റിയുള്ള ആളുകളിലേക്ക് നമുക്ക് എത്തണം, അല്ലെ? ഈ സ്വപ്നങ്ങൾ എഴുതി വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കൃത്യമാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ക്രിയേഷൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലേക്കാം. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷം എന്ത് ചെയ്യും, ഡ്രീം ബുക്ക് വേറെ ആയിരിക്കും, ലിസ്റ്റ് ബുക്ക് വേറെ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള നമ്മളെ നോളജ് കിട്ടേണ്ട, അല്ലെങ്കിൽ KPR എന്ന് പറയും, നോളജ് പെനിട്രേഷൻ റേഷ്യോ. അപ്പൊ നോളജിന് വേണ്ടിയിട്ടൊരു ഡയറി ആയിരിക്കും. അത് ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ലെവലിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കും. പിന്നീട് നിങ്ങൾ TC ആവുന്ന സമയത്ത് നിങ്ങൾ വ്യത്യസ്തമായ ഡയറികൾ വരും. അതുപോലെ തന്നെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വേറൊരു ഡയറി വരും. അപ്പൊ പ്രോഡക്റ്റിന്റെ A to Z കാര്യങ്ങൾ അതിൽ എഴുതി വെക്കും. എന്താണ് കോമ്പിനേഷൻ, എന്താണ് പ്രോഡക്റ്റിൽ, കവച പ്രാവശ്യത്തിൽ എത്ര അടങ്ങിയിട്ടുണ്ട്, നമ്മളെ കമ്പനിയിൽ എത്ര കണ്ടന്റുകൾ, തുളസിയാടുകളും കുഞ്ഞിൽ ഇരുട്ടുമതി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ കൃത്യമായിട്ട് എഴുതി വെക്കാനും അത് പഠിക്കാനും അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ അത് ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പൊ ഡയറി ഉണ്ടെങ്കിൽ, എഴുതി വെക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒരുപാട് പ്രാധാന്യം അതിലുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഞാൻ പറഞ്ഞത് 3-ാമത്തെ പേജിലാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ എന്ത് ചെയ്യും, ഈ ബിസിനസ്സിലൂടെ ഞാൻ ഈ ആളുകളിലേക്ക് സാറേ കേൾക്കുന്നില്ലേ?
ഓഡിയബിൾ ആണോ? കേൾക്കാം സാറേ? ഓക്കെ. പൊതുവെ ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമാക്കിയിട്ട് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. എന്തിനാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും പറയാറുണ്ട് 4 ബേസിസിലെ ലിസ്റ്റ് ബിൽഡ് ചെയ്യുക, ഇൻവിറ്റേഷൻ, ഫോളോ അപ്പ്, ക്ലോസിംഗ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഇല്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമാക്കിയിട്ട് നമ്മൾ ആ പേജിൽ തന്നെ നമ്മൾ കൃത്യമാക്കിയിട്ട് ഒരു 210 ആളുകളെ പേര് എഴുതി വെക്കുന്നത്. പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ടറോട് പറയുന്ന സമയത്ത് 210 ആൾക്കാർ സാറേ ഇന്ത്യക്ക് ആകെ 50 ആൾക്കാരുള്ളൂ. ഞാൻ പറയും ആ ഗ്രൂപ്പ് ഒന്ന് തുറക്കും, എത്രയോ ആളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന ആളുകളുണ്ട്. കൃത്യമാക്കി ഒരുപാട് ആളുകൾ നമുക്ക് 210 എന്ന് പറഞ്ഞ പേരിൽ ആ 210 ആളുകൾ 2,10,000 ആഴ്ചയിൽ വരുമാനം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാനാണ് നിങ്ങൾ മൈലൈഫിലേക്ക് വന്നത്. 210 ആൾക്കാരെ എഴുതിക്കൊള്ളി. പക്ഷെ അതിൽ ആകെ 10 ആൾക്കാരെ നിങ്ങൾ എന്തായിട്ടുള്ളൂ പ്ലാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ബാക്കി 200 ആൾക്കാരോട് നിന്നും. പക്ഷെ ഈ എഴുതുന്ന സമയത്ത് ഞാൻ കൃത്യമാക്കിയിട്ട് അറിയാം 210 ആൾക്കാരിൽ ആ 200ാമത്തെ ആൾ ഒരു പക്ഷെ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാക്കണം. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. കാരണം കോട്ടക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ വർഷങ്ങൾക്ക് ഇസ്മാൽ സാർ പറഞ്ഞു എഴുതടാ പറഞ്ഞപ്പോ ഞാൻ എഴുതി വെച്ചു. എനിക്കറിയാം അദ്ദേഹം ഒരു ആയുർവേദ മേഖലയിലാണ് കോട്ടക്കൽ ആയുർവേദയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. പക്ഷെ എനിക്കറിയാം അദ്ദേഹം വരൂല, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷെ എന്തോ ഒരു സമയത്ത് അദ്ദേഹത്തിന് കൂടി ഇങ്ങോട്ട് വരുന്നു. പക്ഷെ എന്തോ ഒരു മൈലൈഫ് എന്തൊക്കെ ആയുർവേദ കാര്യങ്ങളൊക്കെ കണ്ടു, ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളും കണ്ടു. എന്താണ് സംഗതി? ആ വ്യക്തി വിളിച്ചു വന്നു. ഞാൻ അദ്ദേഹത്തിന് പോയി ഇരുന്ന് സംസാരിച്ചു. 15,000 രൂപന്റെ പ്രോഡക്റ്റ് വാങ്ങി. പക്ഷെ അദ്ദേഹം ബിസിനസ് ചെയ്യാനല്ല കേട്ടോ വന്നത്, അദ്ദേഹം പ്രോഡക്റ്റ് വാങ്ങി. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തു ആ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിക്കാത്ത ആളെ, ഞാൻ അദ്ദേഹത്തിന് ബിസിനസ് പറയണമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ എഴുതി വെച്ചു. പക്ഷെ അസ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചു? ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കൃത്യമാക്കിയിട്ട് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിൽ തന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ ലിസ്റ്റ് ബിൽഡിംഗ് ക്ലാസ് എടുക്കുക, ഒരുപാട് ലീഡേഴ്സ് നമ്മളെ ക്ലാസ് എടുക്കുന്ന ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മള് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു അല്ലെ. ഒരു 50 ആൾക്കാരെ മാറ്റി എഴുതുന്നു. 50 ആൾക്കാർ മാറ്റി എഴുതി നമ്മൾ വിളിക്കുന്നു ഇല്ല, ഇൻവിറ്റേഷൻ ചെയ്യുന്നു. രണ്ടാമത്തെ സംഗതി ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇൻവിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴായിട്ട് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പാളുന്ന ചില സംഗതികളുണ്ട്. പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യുന്നു, ലീഡേഴ്സ് വരും, നിങ്ങളാണ് വിളിച്ചോടും ചെയ്തോടും. ആദ്യം പുതിയതായിട്ട് മൈലൈഫിലേക്ക് കടന്നു വന്ന ഒരാളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു സമയത്ത് അദ്ദേഹത്തെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് മുന്നിലിട്ട് എത്തിയിട്ട് വിളിക്കുക, എന്റെ ലിസ്റ്റ് എടുക്കും, നീ ഒരാൾക്ക് വിളിക്കും. അപ്പൊ വിളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എടാ സുഖാണോ, എന്തൊക്കെ പാടെ. പിന്നെ അപ്പൊ അവര് ആദ്യം ഒരു പ്രോസ്പെക്റ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് അറിവില്ലെങ്കിൽ അത് അവരെ കൊണ്ട് വിളിക്കുന്ന സമയത്ത് അവർ പറയാം. അപ്പൊ അദ്ദേഹം മൈലൈഫിനെ കുറിച്ച് വിടും, ഇങ്ങനെ ഇത് ആള് ചേർക്കണ ഇങ്ങനെ ചേർത്ത് പോകുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ പലതും പൊട്ടത്തര രൂപത്തിൽ അവർ പറയാം. അപ്പൊ എന്ത് ചെയ്യാം, അത് ആ കോള് കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പറയാം സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, വിളിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, അവരുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം ചോദിക്കാം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വീട്ടിലത്തെ അവസ്ഥകൾ, കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയാൻ പാടുള്ളൂ. പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്ന വെച്ചാല് ആദ്യം തന്നെ വിളിക്കും, ഈ എവിടെ ഉള്ളത്, നല്ലൊരു അടിപൊളി ബിസിനസ് ഉണ്ട്, നല്ല ഇതിന്റെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും, ആഴ്ച 2,10,000 ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആദ്യം ആ ഡിസ്ട്രിബ്യൂട്ടർ ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യണത്തില് ആരും നമ്മളെ ലീഡേഴ്സ് കാണിച്ചു കൊടുക്കാം. കൃത്യമായി ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു തരും എങ്ങനെയാണ് വിളിക്കേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അപ്പൊ ആ വ്യക്തിയെ വിളിക്കുന്നു, സുഖമാണോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പറയാ ഞാനൊരു ബിസിനസ് പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് കൃത്യമാക്കിയിട്ട് അത് എന്നോട് പറയണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. കൃത്യമാക്കിയിട്ട് A to Z കാര്യങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യണം. ഇത് നല്ലൊരു അവസരമാണ്, ഇങ്ങനെ കേട്ട് നോക്ക്, എവിടെ ഉള്ളത്, നിന്റെ ഫ്രീ ടൈം എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം ചോദിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ഫ്രീ ടൈം കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അദ്ദേഹത്തോട് സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയും നീ എന്താണ് ആ ബിസിനസ് ഒന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഫോണിലൂടെ നിങ്ങൾ എന്ത് മൈലൈഫ് എന്ന് പറയരുത്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയരുത്, അതേപോലെ തന്നെ ഇങ്ങനെ ചേർത്താൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ ചേർക്ക എന്നുള്ള വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ ഫ്രാഞ്ചൈസി എന്നൊക്കെ നമ്മൾ പറയല്ലോ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്ത് ആ വ്യക്തിയോട് കൃത്യമാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫോണിലൂടെ ഒരു കാരണവശാലും, പിന്നെ ഞാൻ പറയട്ടെ, ഫോണിൽ കൂടെ സംസാരിച്ച് ഇന്നേ വരെ ബിസിനസ് ക്ലോസിന് വളരെ കുറവായിട്ടുള്ള ആൾക്കാർ.
റയറാണ്. കാരണം അങ്ങനെ ബിസിനസ് ക്ലോസ് ചെയ്യൽ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ ഫോണിൽ കൂടെ ഒരു കാരണവശാലും, കാരണം എന്താ അങ്ങനെ പറയുന്ന സമയത്ത് മൈലീഫോ ഏത് ഫുഡ് സപ്ലിമെന്റോ ഇത് ആളെ ചേർക്കുന്ന പരിപാടിയല്ല, എന്നിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും ആദ്യം ഇല്ല. അങ്ങനെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത്. അപ്പൊ കൃത്യമാക്കിയിട്ട് എന്ത് അവരെ ഫ്രീ ടൈം ചോദിക്കുക. അപ്പൊ അദ്ദേഹം പറയും നീ എന്താണെങ്കിലും പറയും, ഞാൻ കേക്കട്ടെ, നീ എന്തെങ്കിലും കാണണമെന്നില്ല. ഞാൻ ഒരു കാരണവശാലും ഞാൻ അവരോട് പറയുന്നത് നിനക്ക് ഉപകാരമുള്ള ഒരു പ്രോജക്റ്റ് ആണ്, എനിക്ക് നേരിട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് സംസാരിക്കാം എന്നുള്ള രൂപത്തിൽ തന്നെ അദ്ദേഹത്തോട് പറയാം. കാരണം പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അവര് സ്വാഭാവികമായിട്ടും അവര് തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഞാൻ നേരിട്ട് എനിക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വരാം, സംസാരിക്കാം എന്നുള്ള കാര്യം മാത്രമാണ് അവരോട് പറയേണ്ടത്. അങ്ങനെ ആ പ്രോസ്പെക്റ്റിന്റെ അടുത്തേക്ക് ഒരു സമയം കാര്യങ്ങളൊക്കെ കിട്ടി ഒരു പ്രോസ്പെക്റ്റും ഒരു ലീഡറും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ആ പോകുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു ഡ്രസ് കോഡ് ധരിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യാം, രണ്ട് ലീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും ലീഡേഴ്സ് ആണെങ്കിലും നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല ഡ്രസ് കോഡ്, നല്ല ഇന്നൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഒന്ന് നല്ല കൃത്യമായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട്, കാരണം ബൈക്ക് ആണെങ്കിലും കാറാണെങ്കിലും, കാർ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, ബൈക്ക് ആണെങ്കിൽ നല്ല വൃത്തിയിലുള്ള ബൈക്കൊക്കെ ഉണ്ടാക്കി വൃത്തിയിലുള്ള ബൈക്കോട് കൂടി നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകൾ FMS ഇതിലൊക്കെ കൃത്യമായിട്ട് നമ്മളെ വെല്ലിസാറൊക്കെ നമ്മൾ സംസാരിച്ച ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വീട്ടിന്റെ ഡോറിന്റെ മുന്നിലല്ല നിൽക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ആ ബില്ലടിച്ചിങ്ങനെ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കുക. അവര് വരുന്ന സമയത്ത് നമ്മൾ കാണരുത്, ജസ്റ്റ് ഒന്ന് മാറി, അതിന് വീടിന്റെ മുന്നിൽ തന്നെ ഞാൻ ആടാന്ന് പറയുന്ന നിൽക്കുന്ന സംഗതി ഉണ്ടാവരുത്, ഒന്ന് മാറി നിന്നിട്ട്. അതൊക്കെ നമ്മുടെ ഈ ബിസിനസ്സിലെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മള് ബില്ലടിക്കുന്നു, ആ വീട്ടിലേക്ക് കയറുന്നു. ആ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ആദ്യം തന്നെ ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാരം ലീഡേഴ്സ് തുടങ്ങിക്കോളി, സാറ് തുടങ്ങിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൃത്യമാക്കിയിട്ട് അവരുടെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർ മനസ്സിലാക്കേണ്ടതിൽ പോകുന്നതിന് മുമ്പ് ആ ലീഡേഴ്സിന് കൃത്യമായിട്ട് ഈ പ്രോസ്പെക്റ്റിനെ പറ്റിയിട്ട് എന്തിനാ ഒന്ന് കൃത്യമായിട്ടുള്ള ഒരു അറിവ് കൊടുക്കണം. എന്താണ്, അദ്ദേഹത്തിന് മക്കളുണ്ടോ, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിന് എന്തിലാണ് താല്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസ്പെക്റ്റിനെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചിരിക്കണം. എന്ത് ചെയ്യാം, ഈ ലീഡർ പഠിച്ചിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൃത്യമാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നമ്മള് പല ആളുകളും ആദ്യം തന്നെ വേറെ രൂപത്തിൽ ഇങ്ങനെ സംസാരിച്ച് നാട്ടുകാരൊക്കെ സംസാരിച്ചിങ്ങനെ പിന്നെ അങ്ങനെ രാഷ്ട്രീയ മേഖലയിലേക്ക് ചർച്ചകൾ കയറി പോകുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം അറിവില്ലായ്മ കൊണ്ടാണ്. അത് ഒരു കാരണവശാലും കാട് കയറി ചിലപ്പോൾ അവര് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാകും, അപ്പൊ അവിടെ പ്രശ്നമായി, ഇവിടെ പ്രശ്നമായി, നിങ്ങളെ രാഷ്ട്രീയം അങ്ങനെയാണ്, പിന്നെ തല്ലുമുഴുതാക്കിയിട്ടൊക്കെ പിന്നെ തിരിച്ചു വരും. അങ്ങനത്തെ ഒരു അവസ്ഥ എന്തെങ്കിലും ഉണ്ടാക്കരുത്. അപ്പൊ കൃത്യമായിട്ട് അവിടെ നമ്മൾ പോകുന്നത് എന്തിനാണ്, അവിടെ 1 മണിക്കൂറേ നമുക്ക് ആവശ്യമുള്ളൂ. ആ 1 മണിക്കൂറിൽ കൃത്യമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ആ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറുകയും ആ വ്യക്തി എന്ത് ചെയ്തു, അവിടെ പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു 15 മിനിറ്റ് അദ്ദേഹത്തിന് സംസാരിച്ച് പിന്നീട് അദ്ദേഹത്തോട് പറയുന്നു, എന്തേ ഞാൻ വന്നത് എന്താണ് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ട്, ഇന്നത്തെ ബിസിനസ് സാഹചര്യങ്ങളെ കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇന്ന് ടോപ്പ് 10 ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കും. ഇന്ന് മൈലേജ് എന്ന കമ്പനിയുടെ പ്രാധാന്യത്തെ കുറിച്ച് മൈലൈഫിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മൈലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈലൈഫ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഇതാണ് നമ്മളെ വെൽനസ് പ്രോഡക്റ്റുകൾ, വെൽനസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെൽനസിന്റെ സാധ്യതകൾ, വെൽനസിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ സക്സസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് കൃത്യമായിട്ട് ആ ഒരു പ്രോസ്പെക്റ്റിന് മനസ്സിലാകുന്ന രൂപത്തിൽ 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞ് ആ വീട്ടിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ആളുകൾ ഒരു വീട്ടുകാരൻ കയറി ചെന്നാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അവിടെ ചായയും ചോറൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പിന്നെ തിരിച്ചു വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ പ്രൊഫഷണൽ എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ പോകണം. അപ്പൊ നമ്മൾ നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഒക്കെ ഇട്ടു. കാരണം പലപ്പോഴായിട്ട് ചില ആളുകൾ ചെരുപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ തുണിയൊക്കെ ഇട്ട് കാണാൻ പോകാറ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അതൊക്കെ കുറച്ച് സമയം കൊണ്ടൊക്കെ നമുക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് അത് അവരെ കൊണ്ട് അവർ സീരിയസ് ആയിട്ട് ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധമായിട്ട് പാന്റ് ഒക്കെ ധരിച്ച് ഇന്നൊക്കെ ഒരു TC ലീഡർ ആണ് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇന്ന് ചെയ്യാതെ കൂടെ ചെയ്തിട്ട്, കാരണം ഇന്ന് ചെയ്തിട്ട് ഞാൻ അവരോട് പറയാം, ലീഡേഴ്സ് ആരെങ്കിലും പോകുന്ന സമയത്ത് ഇന്ന് ചെയ്താൽ
മാത്രമേ ഞാൻ എന്റെ കൂടെ വരുള്ളൂ. അങ്ങനത്തെ ലെവലിലേക്ക് നമ്മൾ ബിസിനസിന് മാർക്കറ്റ്. കാരണം പലപ്പോഴും ഞാൻ അടങ്ങുന്ന എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. കാരണം ഞാനൊക്കെ പണ്ട് കാലത്ത് ഞാനൊക്കെ ഒരു 4 വർഷം മുന്നൊക്കെ നമ്മള് ഈ താടിയില്ലായിരുന്നു, മീശൊന്നില്ലായിരുന്നു, അതിൽ ഇങ്ങനെ ഒരു വലിച്ചിട്ടുള്ള ആളായിരുന്നു. ഇന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കാര്യങ്ങൾ കളിയാക്കും എന്തെങ്കിലുമൊക്കെ പറയും. ഇന്ന് ഞാൻ അൽഹംദുലില്ലാ സന്തോഷത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇന്നൊക്കെ ചെയ്ത് ധരിച്ച് നല്ല കുട്ടപ്പനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കാരണം എന്താണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം പലപ്പോഴായിട്ട് എനിക്ക് തോന്നല് ഇന്ന് ധരിച്ചു ഒരു പ്രയാസമാണോ, ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കോ, പൈമ്പരിക്ക് ഡബ്ബർ ഇട്ട് എന്നൊക്കെ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചു ഇന്നിപ്പോ ഒരാളും ഇപ്പൊ ഞാനിപ്പോ എന്റെ തൊട്ട അപ്പുറത്തുള്ള പള്ളിയിൽ പോകുന്ന സമയത്ത് ഇന്നൊക്കെ ചെയ്ത് പോകുമ്പോൾ ഒരാളും ഒന്നും പറയില്ല. പക്ഷെ ആദ്യത്തെ സമയത്ത് ഒരുപാട് നമ്മൾ കളിയാക്കലുണ്ട്. അപ്പൊ ഇന്നൊക്കെ ധരിച്ച് നല്ല ഡ്രസ്സ്, നീറ്റ് ഡ്രസ്സ് എപ്പോഴും നമ്മൾ നല്ലൊരു ഷർട്ടിന്റെ കോമ്പിനേഷനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ചില ലീഡേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് എന്താണ് അവർ ധരിച്ച ഷർട്ട് ഇങ്ങനെ ലൈറ്റ് ഡാർക്ക്, അപ്പൊ രണ്ട് കളർ മാച്ച് ആകുമ്പോൾ ഇങ്ങനെ. അപ്പൊ നമ്മൾ എന്ന് വെച്ചാല് കൃത്യമായിട്ട് നമ്മൾ ചിലവര് ഡ്രസ്സ് അടിക്കുന്ന സമയത്ത് എപ്പോഴും റെഡിമെയ്ഡ് ഇരിക്കുന്നതിന് പകരം ഒന്ന് തയ്പ്പിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നിങ്ങളെ ശരീരത്തിന് ഉതകുന്ന ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിന് കിട്ടും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ ഡ്രസ്സ്, അപ്പൊ നമുക്കറിയാം ഇന്റെ ഷർട്ട് നല്ല ചില ആൾക്കാർ ഈ ഒരു ഇതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ ഇന്ന ഇല്ലേ. അപ്പൊ അതൊന്നും ഉണ്ടാവും. അതൊക്കെ ഒരു പ്രൊഫഷണൽ ഭാഗം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ ഒരു പ്രൊഫഷണലിന്റെ ഒരു ഭാഗം. ചില ആളുകളൊക്കെ ഇങ്ങനെ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ചില ആളുകൾ ഡിസ്ട്രിബ്യൂട്ടർ ഇത് പ്രൊഫഷണലിന്റെ ഭാഗമല്ല അങ്ങനെ ഒന്നും കേട്ടോ. ഇവിടെ എല്ലാവരെ സംബന്ധിച്ചോ ഇത് ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി നമ്മൾ ചില ആളുകൾ, കാരണം നമ്മക്ക് ബുദ്ധി ഉള്ളത് പോലെ പ്രോസ്പെക്റ്റിനും ബുദ്ധിയുണ്ട്. അപ്പൊ അവിടെ ചെല്ലുന്ന ഓരോ നിമിഷവും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ ഷൂ ആയിക്കോട്ടെ, നമ്മളെ സോക്സ് ആയിക്കോട്ടെ, നമ്മുടെ ഡ്രസ് ആയിക്കോട്ടെ, A to Z കാര്യങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട് ഈ പ്രോസ്പെക്ട് വിലയിരുത്തുന്നുണ്ട്. കാരണം ചില സംഗതികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ മുടിയൊക്കെ ഒന്ന് വാരുന്ന സമയത്ത് കൃത്യമായിട്ട് ഒന്ന് നല്ല നീറ്റിലൊക്കെ വാർന്നങ്ങാണ്ട് പോകാൻ ചില ആൾക്കാരുണ്ട്. ഈ ഹെൽമെറ്റ് കുരുങ്ങില്ല ഒന്നായിട്ട് പിടിപിടിയായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതെ നല്ല ഇപ്പൊ നമ്മളെന്ത് ചെയ്യുക, അതിന് ചീർപ്പ് നമ്മളെ കയ്യിൽ ധരിച്ചു കണ്ട് അതേ ചീർപ്പൊക്കെ ഇതാക്കിയിട്ട് ആ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ അതൊക്കെ റെഡി ആയിരിക്കണം. ഇനി ചില സമയത്ത് മഴയാണെങ്കിൽ ആ കോട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം. അതൊക്കെ പ്രൊഫഷണലിന്റെ ഭാഗമായിട്ട് പോകണം. ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യട്ടോ, ഇതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലീഡേഴ്സിന്, നല്ല ആളുകളെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ പറയട്ടെ, ഇന്നെ ഈ ബിസിനസ്സിലേക്ക് എന്റെ കൂടെ എന്റെ അധ്യാപകനായിട്ടുള്ള, എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എന്റെ അധ്യാപകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരാണ്. ആ വ്യക്തി എന്റെ മൈലൈഫിലേക്ക് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ +2 പഠിപ്പിച്ചിട്ടുള്ള ഇസ്മാൽ സാറിനൊക്കെ അറിയാം, സുജിത് സാർ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ഇപ്പൊ ആക്റ്റീവ് അല്ല, ഐഡിയ അടിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ അത് നമ്മളെ എഞ്ചിനീയർ ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് മേഖല ഇപ്പൊ അൽത്താഫ്സാനൊക്കെ അറിയാം, ചെമ്മാട് ഭാഗത്തുള്ള ഒരു വ്യക്തി. അതുപോലെ തന്നെ പോലീസ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാര് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ നമ്മളെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മളെ ഡ്രസ് കോഡ്, നമ്മളെ സംസാരം ചിലത് മാറ്റിയാൽ മതി. ചില സമയത്ത് നമ്മൾ വാക്കുകൾ എന്ത് ചെയ്യേണ്ടിയിരിക്കും, നല്ല ഇംഗ്ലീഷിൽ നല്ല ചില സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൃത്യമാക്കി നമ്മൾ ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തും. അപ്പൊ അങ്ങനത്തെ ചില സംഗതികൾ നമ്മളെ ജീവിതത്തിൽ ഒന്ന് മാറ്റങ്ങൾ വരുത്തില്ല, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചില സംഗതികൾ ഒന്ന് മാറ്റുന്ന പ്രൊഫഷണൽ ആയിട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരു പക്ഷെ നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം വരില്ല. ആ ഡ്രസ് കോഡും ആ ഒരു നീറ്റും ആ ഒരു ഇതൊക്കെ കാണണം. ഇവർ ആളുകൾ കുഴപ്പമില്ല, നല്ലതാണ്. അല്ലെങ്കിൽ ആ ഒരു ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ്, നല്ലൊരു ബോണ്ടിങ് അവിടെ ഉണ്ടാക്കിയതിൽ അത് മാത്രം മതി ബിസിനസ്സിൽ. ആ ഒരു ബോണ്ടിങ് ഒരു പക്ഷെ അവർ ബിസിനസ്സിൽ വന്നില്ലായിരിക്കാം, പക്ഷെ ലൈഫ് ടൈം, കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരേണ്ട ആളുകളാണ്. അവരെ നമ്പർ നമ്മളെ കയ്യിൽ കിട്ടിയതിൽ കൃത്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ വിട്ടുകൊടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് നമ്മളെ കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം. ഒത്തിരി ആളുകൾ ഞാൻ നമ്പർ, അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോ ഒരു 500-1000 കോണ്ടാക്ട്, ഇന്ന് 3500-4000 കോണ്ടാക്ട് ഇപ്പൊ എന്റെ നമ്പറിലേക്ക് വന്നു. ഇതൊന്നും അല്ല കേട്ടോ, അതേ എന്റെ നമ്പർ. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഫോൺ മാറ്റിയ സമയത്ത് ഒരുപാട് നമ്പറുകൾ മിസ്സായി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തിരി നല്ല കോണ്ടാക്റ്റുകൾ നമ്മൾ എടുക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവാനുള്ള ആളുകളാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി ആയിരിക്കണം പോകുന്നത്. ഒരുപക്ഷെ അവിടെ ആ വീട്ടിൽ പോകുന്ന സമയത്ത് ആ പ്രോസ്പെക്ട് എന്തില്ല, ബിസിനസ്സും വരില്ല, അതുപോലെ തന്നെ പ്രോഡക്റ്റ് എടുക്കില്ല, ഒന്നും ചെയ്യുക. പക്ഷെ അദ്ദേഹത്തിനുള്ള കമ്മ്യൂണിക്കേഷനും നല്ല കോണ്ടാക്ടും കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് നമ്മളെ കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ചെയ്യാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡയറക്ഷനെ കുറിച്ചിട്ട് മൈലൈഫിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആ സ്പോട്ടിൽ എന്ത് ചെയ്യണം, അവിടുന്ന് ഇറങ്ങണം. അതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്,
നമ്മുടെ പ്രോസ്പെക്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലീഡേഴ്സിനെ കൊണ്ടുപോകുന്ന സമയത്ത് എഡിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി, ഈ ലീഡറെ കുറിച്ച് കൃത്യമാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്താണ് എന്റെ ലീഡർ ഇന്നതാണ്, എന്റെ ലീഡർക്ക് ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇത്ര ഈ ലെവലിലാണ് അദ്ദേഹം വന്നത്, ഇവിടെ നിന്ന് ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇതിൽ കൃത്യമായിട്ട് ആ പ്രോസ്പെക്റ്റിന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ സാറ് തുടങ്ങിക്കോടിന്ന് പറയും, ഇവിടെ തുടങ്ങും ചെയ്യും. നമ്മള് കുറെ കേട്ടണം. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ഞാനിപ്പോ എന്റെ അധ്യാപകനായിട്ട് ഇസ്മാൽ സാറെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ അത് ചെയ്തിട്ട് ഞാൻ ഇസ്മാൽ സാറെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഞാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഇതൊരു സംഗതിയാണ്. കാരണം ഇത് നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് ഒരു കുട്ടിയാണ് എന്നുള്ളത് ആ പ്രോസ്പെക്ട് നമ്മളെ തോന്നിപ്പിക്കണം. അത് ഏതാളായിക്കണം. ഇപ്പൊ ഞാൻ അധ്യാപകൻ അല്ലെങ്കിൽ പല ആളുകളൊക്കെ ഉണ്ടാവും, സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ നമ്മൾ എഡിഫൈ ചെയ്തിട്ട് ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ലെവൽ ലീഡർ ആണ്, ജില്ലാതല കോർഡിനേറ്റർ ആണ്, അല്ലെങ്കിൽ വെറും ഒരു ഫാസ്റ്റ് ട്രാക്കർ ആണെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യണം. ഇതിന് കമ്പനിയുടെ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ലീഡർ ആണെന്ന്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യാം, എഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ പല ആളുകളും ചെയ്യുന്ന സമയത്ത് ചില ഒരു പക്വതയില്ലായ്മ അല്ലെങ്കിൽ ചില സമയത്ത് ചെയ്യുന്ന ഞാൻ പലപ്പോഴും ഗ്രൂപ്പുകളിലൊക്കെ കാണാറുണ്ട്. നമ്മൾ ലീഡേഴ്സും പ്രോസ്പെക്റ്റും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുപോയിക്കൊണ്ടാണ് ഒരു സെൽഫി എടുക്കുന്നത്. ഇല്ല, ആ സെൽഫി എടുക്കുന്ന സമയത്തായിരിക്കും ഈ പ്രോസ്പെക്റ്റ് നേരെ അങ്ങനെ. അപ്പൊ ഇവിടെ മെനക്കെട്ട് 2:10 ഇങ്ങനെ പറഞ്ഞായിരിക്കും, അതിന്റെ ഇടയ്ക്ക് പോയി ഒരാൾ ഒരു സെൽഫി. അപ്പൊ ഇയാളെന്ത് ഈ ഡിസ്ട്രിബ്യൂട്ടർ നേരെ സെൽഫിയിലേക്ക്. അപ്പൊ ഇവിടെ 2:10 പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തെങ്കിലും പറഞ്ഞു പിന്നെ അങ്ങോട്ടാക്കാരം. അപ്പൊ ഒരു കാരണവശാലും സംസാരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇടയിൽ കയറിങ്ങാണ് സംസാരിക്കുന്ന ചില ആളുകൾ. ഞാനിത് വല്ല അറിഞ്ഞ ആളാന്ന് അറിഞ്ഞുകൊണ്ട് ലീഡേഴ്സ് സംസാരിക്കാൻ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യാം, ഉണ്ടാതിരിക്കുക കുറച്ച് സമയം കൊണ്ട്. ലീഡേഴ്സിനറിയത് എങ്ങനെ സംസാരിക്കണം, എത്ര ലെവലിലേക്ക് എത്തണം എന്ന് കൃത്യമായിട്ട് പറയാം. അപ്പൊ ലീഡേഴ്സ് സംസാരിച്ച് കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിച്ചോളും. അപ്പൊ അതിനിടയ്ക്ക് സെൽഫി എടുക്കാനോ അതിന് ഇടയിൽ കയറി സംസാരിക്കാനോ ഒന്നും നിങ്ങൾ എന്ത് നിൽക്കരുത്. ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാനുള്ളൂ. അപ്പൊ കൃത്യമാക്കിയിട്ട് എന്ത് ചെയ്യും, അത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ടു നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി, ക്ലോസിങ് കാര്യങ്ങളുടെ അങ്ങനെ ചെയ്യുക, ജോലിയും ആണ് അങ്ങനെ ചെയ്യുക, എന്ത് കാര്യമാണ് അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അവിടെ ഇറങ്ങും. അവിടെ നീ ഭക്ഷണം കഴിക്കാൻ അവര് വിൽക്കുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളൊക്കെ കൺട്രോളിലാവണം. അത് ആ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അന്നേക്കൂടെ പോകാന്ന് പറഞ്ഞ ഒരു സംഗതി ചെയ്യരുത്. അതൊക്കെ നമ്മളെ ഇവരൊക്കെ വിലയിരുത്തി, ഇന്നലൊക്കെ നാളെ അവരൊക്കെ പറയും ആരെങ്ങനെ ഇവിടെ നിങ്ങൾ ചോറും വെച്ച് പോയി, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാം. ഇറങ്ങുന്ന സമയത്ത് ചില പ്രോസ്പെക്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യും, പിന്നെ അങ്ങനെ നമുക്ക് മുബീൻ സാറിന്റെ ആള് ആഴ്ചയിൽ 30 മാസത്തിൽ 1 കോടി വരുമാനം വാങ്ങുന്നത്. ഇവിടുന്ന് എന്ത് ആ ഇതിങ്ങടി ഇറങ്ങിണ്ട സ്റ്റെപ്പൊക്കെ ഇറങ്ങിയെന്ന് വെച്ചാൽ മുബീൻ സാർ 1 കോടി വരുമാനം വാങ്ങുന്ന ആളുണ്ട്, 90 ലക്ഷം വരുമാനം വാങ്ങുന്ന ആളാന്ന് ഇറങ്ങി ഇവിടുന്ന് എന്ത് ഒരു റോക്കറ്റ് പോലെ ആണ്ട് കിട്ടണം. അപ്പൊ 1 കോടി വരുമാനം ഇതൊക്കെ പറഞ്ഞൊക്കെ തീരുമാനമാക്കിയിട്ട് ഇറങ്ങണ ഈ ലീഡർ. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഇവിടുന്ന് റോക്കറ്റ് ആണ് കയറും. 1 കോടി കിട്ടുക എങ്ങനെ മൈലേക്ക്. ഇനി പിന്നെ ആ ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടറിന് പോയിട്ടുണ്ടും ഇയാൾ ഇങ്ങനെ ആലോചിച്ചു 1 കോടി എങ്ങനെ കിട്ടും. ഇയാള് മെനക്കെട്ട് ഈ 2:10 പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇയാൾ പിന്നെ ഇടയിൽ കയറിങ്ങാണ്ട് ഒരു സംഗതി ഇറങ്ങുന്ന സമയത്തൊക്കെ ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾ അവിടെ സീറ്റിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും അവിടെ നിങ്ങൾ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അവിടെ സംസാരിക്കാതിരിക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക, ഒരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ അദ്ദേഹത്തിന് കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ വിളിക്കണം, സംസാരിക്കണം, നമ്പറും കാര്യങ്ങളും കോൺടാക്ട് ചെയ്യുക. ഞാൻ അതിന് വേണ്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളും കിട്ടുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇറങ്ങുക, നേരെ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് നമ്മളെ ഫോളോ അപ്പും ക്ലോസിംഗ് കാര്യത്തിലേക്ക് പിന്നീട് നിങ്ങൾ ചെയ്യില്ല. പിന്നീട് ആ വീട്ടുകാരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് നമ്മുടെ ഒരു ബോണ്ടിങ് അവർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സമയം ഏകദേശം 9:40 ആയിട്ടുണ്ട്. 7:40 ആയിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് 40 മിനിറ്റ് ആണല്ലോ. അപ്പൊ ചില സംഗതികൾ ഞാൻ എന്നിലുള്ള ചില സംഗതികൾ ഒരു പ്രൊഫഷണലായിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചില സംഗതികൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പലപ്പോഴും നമ്മള് എന്ത് ചെയ്യണ്ട വല്ല 2:10 അല്ലെങ്കിൽ ആഴ്ചയിൽ ഇങ്ങനെ സംഗതി ഒന്നും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം വരില്ല. നമ്മളെ ക്വാളിറ്റി നമ്മളെ ബിസിനസ് അതിന് നമുക്ക് മതി. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂര് ടീമുണ്ട്, അതുപോലെ തന്നെ ഞാൻ എന്നെ പറ്റി പറയില്ല, കണ്ണൂർ ടീമുണ്ട്, തൃശ്ശൂർ ടീമുണ്ട്, കോഴിക്കോട് ജില്ലയിലെ ടീമുണ്ട്. ഇപ്പൊ 30-ാം തീയതി അവിടെ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരുണ്ട്, ലക്ഷദ്വീപിലുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുണ്ട്. ഇവിടെയൊക്കെ ബിസിനസ് ഉണ്ടാക്കാനും ചെയ്യാനൊക്കെ ഈ ഒരു സമയത്ത്, ഈ ഒരു ചെറിയ സമയത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കൈ മാത്രമല്ല, എന്റെ അപ്ലൈ ലീഡേഴ്സ് ആയിട്ടുള്ള ഇസ്മാൽ സാറ്, അതുപോലെ തന്നെ ഷെയ്ഫ് സാറ്, അൽത്താഫ്
സാർ അടങ്ങുന്ന എല്ലാ ലീഡേഴ്സിന്റെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനും നിങ്ങളൊക്കെ സംസാരിക്കാനും ഇത്രയും സമയം നിങ്ങളൊക്കെ ചെലവഴിക്കാനൊക്കെ സാധ്യതയിൽ വളരെയധികം സന്തോഷം നൽകി. ചില ഇൻഫർമേഷൻ മാത്രമാണ് ചിലപ്പോൾ അങ്ങോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യം ഞാൻ എന്റെ ചില അനുഭവങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ നല്ല ടോപ്പിക്കുമായിട്ട് തീർച്ചയായിട്ടും അടുത്ത ഇനി വരുന്ന ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസമാണ് നല്ലൊരു ലീഡർ നിങ്ങളെ മുന്നിൽ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനേക്കാൾ നല്ല ടോപ്പായിട്ടുള്ള ലെവലിലേക്ക് സംസാരിക്കാൻ നല്ല രൂപത്തിലൊക്കെ സംസാരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ നാളെ നിങ്ങൾ ഓരോരുത്തരും ഈ ഐഫ്ലേസ് മീറ്റിലൊക്കെ ഒന്ന് സംസാരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു സമയം എത്രയും ആളുകൾ ഇവിടെ എന്റെ സംസാരം കേൾക്കാൻ വന്നിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തിട്ട് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.